ഓക്കെ. സോ ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോപ്പ് കെ ഫ്രീക്വൻറ്റ് എലമെൻറ്റ്സ് ആണ്. സോ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഗിവൺ ആൻ ഇൻറ്റിജർ അറേ നംസ് ആൻഡ് ഇൻറ്റിജർ കെ, റിട്ടേൺ ദ കെ മോസ്റ്റ് ഫ്രീക്വൻറ്റ് എലമെൻറ്റ്സ്, യു മേ റിട്ടേൺ ദ ആൻസർ ഇൻ എനി ഓർഡർ. സോ നമുക്ക് ടെസ്റ്റ് കേസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു അറേ തന്നിട്ടുണ്ട്, നംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കെ, ഒരു ഇൻറ്റിജർ തന്നിട്ടുണ്ട്. നമ്മൾ ഔട്ടായിട്ട് കെ മോസ്റ്റ്, അതായത് ടോപ്പ് 2 മോസ്റ്റ് ഫ്രീക്വൻറ്റ് എലമെൻറ്റ്സ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1 3 ടൈംസ് ഉണ്ട്, 2 2 ടൈംസ് ഉണ്ട്, 3 1 ടൈം ഉണ്ട്. അപ്പോൾ മോസ്റ്റ് ഫ്രീക്വൻറ്റ് 2 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് 1 2 ആയിട്ട് റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട്. K is in the range 1 to number of unique elements. It is guaranteed that the answer is unique. ഓക്കെ, സോ ഇത്രയാണ് കൺസ്ട്രെയിൻസ് ഉള്ളത്. സോറി. സോ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീക്വൻസി റിട്ടേൺ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസ് പോലെ തന്നെ ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് ആൻഡ് ഏറ്റവും ഇൻറ്റ്യൂട്ടീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹാഷ് മാപ്പിൽ ഇതിൻ്റെ ഫ്രീക്വൻസീസ് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ടോപ്പ് കെ എലമെൻറ്റ്സ് റിട്ടേൺ ചെയ്യുക. അതാണല്ലോ ഏറ്റവും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഹാഷ് മാപ്പിന് വേണ്ടി സോ ഹാഷ് മാപ്പിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് അറേയിൽ കൂടെ ഒന്ന് ഇറ്ററേറ്റ് ചെയ്യാം. ആൻഡ് മാപ്പ് ഡോട്ട് സെറ്റ് നമ്മുടെ നമ്പറും അതിൻ്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാപ്പ് ഡോട്ട് ഗെറ്റ് നമ്പർ, ഇനിഷ്യലി വാല്യൂ കാണത്തില്ല, അപ്പോൾ 0 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഒരു 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രീവിയസ്ലി കണ്ട ക്വസ്റ്റ്യൻസിലുള്ള അതേ ഇംപ്ലിമെൻറ്റേഷൻ തന്നെയാണ്. വ്യത്യാസം പോലെ നമ്മൾ മാപ്പിൽ ഇതിൻ്റെ എല്ലാ ഫ്രീക്വൻസീസും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. കണ്ടോ, 1 3 ടൈംസ് വരുന്നുണ്ട്, 2 2 ടൈംസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ടോപ്പ് കെ എലമെൻറ്റ്സ് റിട്ടേൺ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് കൺസോൾ ചെയ്ത് പോവാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് മാപ്പിൻ്റെ വാല്യൂസാണ് നമുക്ക് വേണ്ടത് അല്ലേ. മാപ്പിൻ്റെ വാല്യൂസിനകത്ത് ടോപ്പ് കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് നമുക്ക് അതിൻ്റെ എലമെൻറ്റ്സ് റിട്ടേൺ ചെയ്യണം. അപ്പം നമുക്ക് രണ്ടും വേണം, ആയതുകൊണ്ട് നമ്മൾ എൻട്രീസിന് വിളിക്കുന്നു, മാപ്പ് ഡോട്ട് എൻട്രീസ് വിളിക്കുന്നു. ഓക്കെ, മാപ്പ് ഡോട്ട് എൻട്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഇതിൻ്റെ കീ വാല്യൂ പെയറായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ അറേ ഡോട്ട് ഫ്രം, സ്പ്രെഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അറേ ഡോട്ട് ഫ്രം വെച്ച് വിളിക്കാം. നമുക്കിപ്പോൾ എന്ത് പറ്റും? ഒരു അറേ ഓഫ് പെയർസ് ആയിട്ട് കിട്ടും, കീ വാല്യൂ പെയർസ് ആയിട്ട് നമുക്കിപ്പോൾ കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ഡോട്ട് നമുക്ക് ഇതിനൊന്ന് സോർട്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ കീ വാല്യൂ പെയറായിട്ട് കിട്ടിയിട്ട് നമുക്കിതിനെ സോർട്ട് ചെയ്യണം. സോ സോർട്ട് A, B and B of 1 minus A of 1. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിന് ഡിസെൻഡിങ് ഓർഡറിൽ ഇതിൻ്റെ ഫസ്റ്റ് കീ വാല്യൂ പെയറായിട്ട് നമ്മൾ സോർട്ട് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ഏറ്റവും വാല്യൂ ഉള്ളത് ഏറ്റവും ആദ്യം കിട്ടുവാണ്. സോറി, എനിക്ക് കുറച്ച് തൊണ്ടവേദന. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഇത് സോർട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്ത് ടോപ്പ് കെ എലമെൻറ്റ്സ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഡോട്ട് സ്ലൈസ് 0 കെ. നമുക്കിത് നേരെ ഇങ്ങ് റിട്ടേൺ ചെയ്ത് നോക്കാം. റിട്ടേൺ. സോ മാപ്പ് ഡോട്ട് എൻട്രി സോർട്ട് ചെയ്യുന്നു, ഇതിനെ സ്ലൈസ് ചെയ്യുന്നു. ടൈപ്പ് എറർ 1 3 ഈസ് നോട്ട് എ വാലിഡ് വാല്യൂ. യെസ്, ഓക്കെ. നമ്മളിത് സ്ലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്ലൈസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്ക് ഈ 2 എണ്ണമാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ വാല്യൂ മാത്രം മതി അല്ലേ. അപ്പം നമുക്ക് ഡോട്ട് ഒന്നും കൂടെ ഒരു മാപ്പും കൂടെ വിളിച്ചിട്ട് മാപ്പിൻ്റെ അകത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? മാപ്പിൻ്റെ അകത്ത് കീയും വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. കീ വാല്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കീ മാത്രം മതി, കീ മാത്രം നമ്മൾ മാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് മാത്രം കിട്ടുന്നു.
നോട്ട് വാലിഡ് ടൈപ്പ് ഓഫ് ഇൻറ്റ് എക്സ്പെക്റ്റഡ് ഇൻറ്റിജർ. ഓക്കെ, നമുക്കിതൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം എന്താ നമുക്ക് കിട്ടുന്നതെന്ന്. ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവം കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഓക്കെ നമുക്ക് 1 3 2 2 എന്നാണ് കിട്ടിയത്. നമുക്ക് 1ഉം 2ഉം മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഡോട്ട് മാപ്പ് കീ വാല്യൂ. ഓക്കെ, മൈ ബാഡ്. കീ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു അറയിലുള്ള വാല്യൂ അല്ലേ. അപ്പം നമുക്കിതിനെ അറയിൽ നിന്ന് ഇങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്യാം, എന്നിട്ട് നമ്മൾ കീ കൊടുക്കണം. അപ്പം നമുക്ക് 1ഉം 2ഉം കിട്ടും. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം കിട്ടി. നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിന് ഫുള്ളൊരു നമ്മൾ ഈ മാപ്പിൻ്റെ അകത്ത് നമ്മളൊരു ഒറ്റൊരു ഐറ്റമായിട്ട് എടുത്തു. ആൻഡ് ഐറ്റം ഓഫ് 0 മാത്രം നമുക്ക് മാപ്പ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തത്? 1 2 എന്ന് നീട്ടി നമുക്കൊന്ന് റിട്ടേൺ ചെയ്തിരുന്നെങ്കിൽ. ഓക്കെ, സോ ഓക്കെ, സോ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്ക് അറേ ഡോട്ട് ഫ്രം മാപ്പ് ഡോട്ട് എൻട്രീസ് എടുത്തു. മാപ്പിൽ എൻട്രീസ് എല്ലാം വന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ സോർട്ട് ചെയ്തു. റൈറ്റ്, സോർട്ട് ചെയ്തു. സബ്മിറ്റ് ചെയ്ത് കൂടെ നോക്കാം. സോർട്ട് ചെയ്യുന്നു, ഇതിൽ ഡിസെൻഡിങ് ഓർഡറിലോട്ട് ഇതിനെ സോർട്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതിനെ സ്ലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് കെ എലമെന്റ്സ് ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇവിടം വരെ സ്ലൈസ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കീ വാല്യൂ പെയറായിട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ കീ മാത്രം നമ്മൾ മാപ്പ് ചെയ്തു, അതിനെ മാത്രം നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഫ്രീക്വൻസി മാപ്പ് എടുക്കുന്നു, അതിനെ സോർട്ട് ചെയ്ത് നമ്മളിത് കാണിക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഒക്കെ നോക്കാം. സോ കണ്ടോ, ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് സോർട്ടിങ്ങിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആണ്. n log n. നമ്മളിവിടെ സോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് n log n ടൈം കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. സ്പേസ് കോംപ്ലക്സിറ്റി എക്സ്ട്രാ ഒരു ബിഗ് ഓഫ് n സ്പേസ് കോംപ്ലക്സിറ്റി എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? നമുക്ക് മിൻ ഹീപ്പ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, സോ മിൻ ഹീപ്പ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മിൻ ഹീപ്പ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ബൈനറി ട്രീ, ബൈനറി സെർച്ച് ട്രീ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതേപോലെ ഒരു ട്രീ മോഡലിലുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ഹീപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഹീപ്പ് എന്ന് പറയുന്നതിൻ്റെ ഈ മിൻ ഹീപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് എലമെന്റ് എപ്പോഴും സ്മോളർ എലമെന്റ് ആയിരിക്കും. മാക്സ് ഹീപ്പ് വരുമ്പോഴത്തേക്ക് റൂട്ട് എലമെന്റ് എപ്പോഴും ലാർജർ എലമെന്റ് ആയിരിക്കും. അതായത് നമ്മൾ ഈ ട്രീയിലോട്ട് 10നെക്കാട്ടും സ്മോളർ എലമെന്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നോർമലി ഒരു ട്രീ ആണെങ്കിൽ അത് ഇതിന്റെ ലീഫ് നോഡിലോട്ടായിരിക്കും അറ്റാച്ച് ആകുന്നത്. പക്ഷെ മിൻ ഹീപ്പ് വരുമ്പോഴത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ആയിട്ട് ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് എലമെന്റ് താഴോട്ട് അങ്ങനെ വരും. ഓക്കെ, സോ അതാണ് മിൻ ഹീപ്പിന്റെ ഒരു പ്രോപ്പർട്ടി. ആൻഡ് ഇത് കോൺസ്റ്റന്റ് ടൈമിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് എക്സ്ട്രാ ടൈം കോംപ്ലക്സിറ്റി അത്രയ്ക്ക് വരത്തില്ല. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. സോ നമുക്ക് മിൻ ഹീപ്പിൻ്റെ ഇൻസേർഷൻ ടൈം കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ കണ്ടോ, ദ വേഴ്സ്റ്റ് കേസ് ഫോർ മിൻ ഹീപ്പ് ഇസ് log n ടൈം കോംപ്ലക്സിറ്റി ആണ്. ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റി കോൺസ്റ്റന്റ് ആണ്. വേഴ്സ്റ്റ് കേസിൽ log n നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് മിൻ ഹീപ്പിന്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ലീഡ് കോഡിൽ ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിന് നമുക്ക് ഹീപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേറെ ലാംഗ്വേജസ് ആണെങ്കിൽ C++, ജാവ, പൈത്തണൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹീപ്പ് ഓൾറെഡി ആ ലാംഗ്വേജ് തന്നെ അതിൻ്റെ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റിന് ഹീപ്പിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ലീഡ് കോഡ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ലീഡ് കോഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ട്, ഡേറ്റ സ്ട്രക്ചേഴ്സ് JS എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ മിൻ പ്രയോറിറ്റി ക്യൂ വെച്ചിട്ട് നമുക്ക് ഹീപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ പ്രയോറിറ്റി ക്യൂ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് ആണ്. ഇപ്പം നമ്മൾ സ്റ്റാക്ക് ക്യൂ എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റാക്ക് നമ്മൾ അറേ വെച്ചാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അപ്പൊ അതുപോലെ പ്രയോറിറ്റി ക്യൂ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ഡേറ്റ സ്ട്രക്ചറാണ്. ആൻഡ് മിൻ ഹീപ്പാണ് നമ്മൾ ഈ മിൻ പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ JS എന്ന് പറയുന്ന ഒരു ലൈബ്രറി വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇതിൽ നിന്ന് തന്നെ നേരെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മിൻ ഹീപ്പിന്റെ കേസ് വരുമ്പോഴത്തേക്ക്
എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിൻ ഹീപ്പിന്റെ സൊല്യൂഷൻ വരുന്നത് നമ്മൾ ഇതേപോലെ ഒരു ഫ്രീക്വൻസി മാപ്പ് തന്നെ വെക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്രീവിയസ് ഈ ഫ്രീക്വൻസി മാപ്പിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മളൊരു മിൻ ഹീപ്പിലോട്ട് ഈ ഫ്രീക്വൻസി മാപ്പിന്റെ എലമെന്റ്സ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ ഹീപ്പിന്റെ സൈസ് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് സൈസ് കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അത് മിൻ ഹീപ്പിന്റെ അകത്ത് നമ്മൾ അതിനെ ഡീക്യൂ ചെയ്ത് കളയും. ഡീക്യൂ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഹീപ്പിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എലമെന്റിനെ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചെറിയ എലമെന്റ്സ് പോയിട്ട് വലിയ എലമെന്റ്സ് മാത്രമേ ഹീപ്പിൽ കാണും. റൈറ്റ്, ഞാൻ അത് കോഡ് എഴുതിയിട്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ സോറി. അപ്പൊ നമ്മുടെ ഹീപ്പിന്റെ കോഡിന് വേണ്ടി നമുക്കൊരു ഹീപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു മിൻ ഹീപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. മിൻ ഹീപ്പ് ഇസ് ഈക്വൽ ടു ന്യൂ മിൻ പ്രയോറിറ്റി ക്യൂ. ഓക്കെ, ഇത് ഒരു കോൾ ബാക്ക് എടുക്കും. കോൾ ബാക്കിന്റെ കാര്യം പറയാം. ഓക്കെ, സോ മിൻ പ്രയോറിറ്റി ക്യൂ. ഇനി നമുക്ക് നമ്മുടെ മാപ്പിനെ ഒന്ന് ഐട്രേറ്റ് ചെയ്യാം. ഓഫ് ലൂപ്പ് വെച്ച് ഐട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഫോർ ലെറ്റ് നമുക്കിവിടെ കീ കോമ വാല്യൂ ഓഫ് മാപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മിൻ ഹീപ്പിലോട്ട് നമുക്ക് ഈ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസിയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് ഈ ഫ്രീക്വൻസീസ് ആണ് നമുക്ക് മിൻ ഹീപ്പിലോട്ട് ഇപ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മിൻ ഹീപ്പ് ഡോട്ട് എൻ ക്യൂ നമ്മൾ ഇത് രണ്ടും കൊടുക്കും. കീ കോമ വാല്യൂ കൊടുക്കും. അപ്പോൾ മിൻ ഹീപ്പ് ഏതിനെ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ഒരു കോൾ ബാക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഇതൊരു വാല്യൂ എടുക്കുന്നുണ്ട്, ഒരു അറേ. ആൻഡ് ഇതിന്റെ വാല്യൂ ഓഫ് 1 വെച്ചിട്ട് വേണം മിൻ ഹീപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. സോ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. സോ ഫസ്റ്റ് വാല്യൂ, അതായത് ഈ വാല്യൂ വെച്ചിട്ടായിരിക്കും ഇതിന്റെ പ്രയോറിറ്റി വെച്ചിട്ട് മിനിമം വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, മിൻ ഹീപ്പ് ഡോട്ട് എൻ ക്യൂ കീ കോമ വാല്യൂ എന്ന് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഒന്ന് ഹീപ്പ് ഒന്ന് നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മിൻ ഹീപ്പ് നമ്മൾ നേരെ നമ്മൾ കൺട്രോൾ ചെയ്താൽ നമുക്ക് അതിന്റെ അറേ സ്ട്രക്ചർ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഡേറ്റ സ്ട്രക്ചർ JS തന്നെ മിൻ ഹീപ്പ് 2 അറേ എന്ന് പറയുന്നൊരു ഇതുണ്ട്, അറേ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, സോ മിൻ ഹീപ്പ് ഡോട്ട് 2 അറേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് വിളിക്കാം. നമുക്ക് ഇവിടെ ഹീപ്പിന്റെ ഓരോ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇത് കണ്ടോ, ആദ്യം 1 3 ഉണ്ടായിരുന്നു. 3 ആയിരുന്നു ഏറ്റവും ഗ്രേറ്റസ്റ്റ്. പിന്നെ 2 വന്നപ്പോഴത്തേക്ക് 2 ഇതൊരു ക്യൂ ആയതുകൊണ്ട് ആക്ച്വലി ബാക്കിലാണ് വരേണ്ടത്. പക്ഷെ മിൻ ഹീപ്പിന്റെ ഇംപ്ലിമെന്റേഷൻ ആയതുകൊണ്ട് ഫ്രണ്ടിലാണ് വന്നത്. അതേപോലെ തന്നെ 1 വന്നപ്പോഴും ഫ്രണ്ടിലാണ് വന്നത്. നമുക്ക് വേറൊരു ഇത് ടെസ്റ്റ് കേസ് ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ 1 എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഓക്കെ 2 നമുക്ക് കൂട്ടി ഇടാം. ഓക്കെ, അപ്പോൾ 1 വന്നിട്ട് 2 ബാക്കിൽ വന്നിട്ട് 3 ഫ്രണ്ടിൽ വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, 1 വന്നു, എന്നിട്ട് 2 ബാക്കിൽ വന്നിട്ട് 3 ബാക്കിലായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ 3 ഫ്രണ്ടിൽ വന്നു, കാരണം അതിൻ്റെ ഫ്രീക്വൻസി ചെറുതായതുകൊണ്ട് ഇത് ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കെ മോസ്റ്റ് ഫ്രീക്വന്റ് എലിമെന്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഹീപ്പിന്റെ സൈസ് എപ്പോഴെങ്കിലും കെനെക്കാട്ടും കൂടുവാണെങ്കിൽ ഫ്രണ്ടിലുള്ള അങ്ങ് എടുത്തങ്ങ് കളയും. ഓക്കെ, ഫ്രണ്ടിലുള്ള എടുത്ത് കളയുമ്പോഴത്തേക്ക് പിന്നെ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഗ്രേറ്റർ വാല്യൂസ് ആണല്ലോ ബാക്കിലുള്ളത്. അപ്പോൾ നമുക്ക് അതിന് നേരെ അങ്ങ് റിട്ടേൺ ചെയ്യാം. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം, നമുക്കിവിടെ ജസ്റ്റ് ഇഫ് വീണ്ടും നമ്മുടെ ഈ ഒരു ലൈബ്രറി മിൻഹീപ്പ് ഡോട്ട് സൈസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തരുന്നുണ്ട്. മിൻഹീപ്പ് ഡോട്ട് സൈസ് ഫംഗ്ഷനാണ്. മിൻഹീപ്പ് ഡോട്ട് സൈസ് ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ ഇത് ഫംഗ്ഷൻ അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തോട്ടെ. യെസ്, ഫംഗ്ഷനായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, സോ മിൻഹീപ്പ് ഡോട്ട് സൈസ് ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മിൻഹീപ്പിന്ന് ഡി ക്യൂ ചെയ്ത് കളയും. മിൻഹീപ്പ് ഡോട്ട് ഡി ക്യൂ. ഓക്കെ, സോ ഇപ്പോൾ മിൻഹീപ്പിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇനിയിപ്പോൾ ഇതങ്ങ് പോയി, ഇത് രണ്ടും മാത്രം കാണും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫൈനൽ നമ്മുടെ ആൻസർ അറേയിലോട്ട്, ആൻസർ അറേ ഒരു എംപ്റ്റി അറേ ആയിരിക്കും. ഓക്കെ, ആൻസർ അറേ ഒരു എംപ്റ്റി അറേ ആയിരിക്കും. അപ്പോൾ ആൻസർ അറേയിലോട്ട് നമുക്ക് ഈ ഫസ്റ്റ് 2 എലമെന്റ്സും എടുക്കണം അല്ലേ. സോ നമുക്കിനി നമ്മുടെ ഈ അറേയിലോട്ട് നമുക്ക് ഒന്ന് ഐട്രേറ്റ് ചെയ്യാം. അപ്പോൾ 4 കെ എലമെന്റ്സ് ആയിട്ട് നമുക്ക് കെ ടൈംസ് നമുക്ക് ഐട്രേറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം.
I less than k and I plus plus. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റ് ഈ കോമ വാല്യൂ ഈക്വൽ ടു നമുക്ക് ഹീപ്പിൽ നിന്ന് ഡി ക്യൂ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഹീപ്പിൽ നിന്ന് ഡി ക്യൂ ചെയ്യുന്നു. ആൻഡ് ആൻസർ ഡോട്ട് പുഷ് നമുക്ക് കീ ആണ് വേണ്ടത്. വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഹീപ്പ് ക്രിയേറ്റ് ചെയ്തത്, പക്ഷെ നമുക്ക് ഇതാണ് വേണ്ടത് അല്ലെ, കീ നമ്മൾ പുഷ് ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ മിൻ ഹീപ്പിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ആ വാല്യൂ എടുത്തു, നമ്മൾ ഇതിലോട്ട് വെച്ചു. സെക്കൻഡ് വാല്യൂ എടുത്തു, 2 എടുത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് മിൻ ഹീപ്പിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്തത്, ഒരു മിൻ ഹീപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കോൾ ബാക്ക് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കീ വാല്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വാല്യൂന്ന് വെച്ചിട്ട് മിൻ ഹീപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. മാപ്പിൽ കൂടെ ഹൈട്രേറ്റ് ചെയ്തിട്ട് മിൻ ഹീപ്പിലോട്ട് വെറുതെ എൻക്യൂ ചെയ്തു. എപ്പോഴൊക്കെ മിൻ ഹീപ്പിന്റെ സൈസ് ഗ്രേറ്റർ ദാൻ കെ ആവുന്നു, ഫ്രണ്ടിൽ നിന്ന് അതിനെടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നു, ചെറിയ ഫ്രീക്വൻസി ഉള്ള എലിമെന്റ്സിന് കളഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഹീപ്പിന്റെ സൈസ് കെ തന്നെ ആയിരിക്കും. കെ ആയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് വീണ്ടും ഡി ക്യൂ ചെയ്ത് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ടുള്ള കെ എലമെന്റ്സ് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഹീപ്പിന്റെ ഒരു ഇനിഷ്യൽ ഇംപ്ലിമെന്റേഷന്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കൂടുതലും ട്രീ സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഹീപ്പിന്റെ കുറച്ചും കൂടെ ഇന്നർ വർക്കിങ്സ് നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ടോപ്പ് കെ ഫ്രീക്വന്റ് എലമെന്റ്സിന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഹീപ്പ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹീപ്പിന്റെ ഒരു ഇത് കണ്ടത്, ഇംപ്ലിമെന്റേഷൻ കണ്ടത്. സോ നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ മിൻ ഹീപ്പിന്റെ ഇൻറ്റ്യൂഷൻ തന്നെയാണ് ഇവർ. ഈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻറ്റ്യൂഷനും ഇതിന്റെ ഒരു അൽഗോരിതവും, പിന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ഡ്രൈ റണ്ണും ഇവരിവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കോഡ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഡ്രൈ റണ്ണും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഇതിന്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log k ആണ്. നമുക്ക് നേരത്തെ n log n ആയിരുന്നെങ്കിൽ ഇവിടെ k ഫ്രീക്വന്റ് എലമെന്റ്സ് ആയതുകൊണ്ട് നമുക്ക് അത്രയും കുറയ്ക്കാൻ പറ്റി. n log n ന് n log k എന്ന് പറയുന്നത് നല്ല ടൈം കോംപ്ലക്സിറ്റി ഡിഫറൻസ് ഉള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ n log k ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ബക്കറ്റ് സോർട്ട് എന്ന് പറയുന്ന ഒരു സോർട്ട് ഉണ്ട്. സോ എന്തുകൊണ്ട് ബക്കറ്റ് സോർട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ബക്കറ്റ് സോർട്ട് എന്ന് പറയുന്നത് ഉണ്ടോ, ഇറ്റ്സ് എ നോൺ കമ്പാരിസൺ ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സോർട്ടിംഗ് അൽഗോരിതം ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ദ എലമെന്റ്സ് ഓഫ് അറേ ഇൻടു സെവറൽ കാറ്റഗറൈസ് ഗ്രൂപ്പ്സ് കോൾഡ് ബക്കറ്റ്സ്. അപ്പോൾ ബക്കറ്റ് സോർട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് അറേ ഇങ്ങനെ ഒരു ഫ്രീക്വൻറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു അറേ ആണെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റ് ഡിഫറെൻറ്റ് ബക്കറ്റ്സ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഡിഫറെൻറ്റ് ബക്കറ്റ്സ് വെക്കാം, 0, 1, 2, 3, 4 അങ്ങനെ. എന്നിട്ട് ഓരോ എലമെന്റ്സും ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള, ഇതിപ്പോൾ ഡെസിമൽസ് നമുക്ക് കുറച്ചും കൂടെ ഓക്കെ, ഇതായിരിക്കും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാവും 0.78. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ 0, 1, 2, 3 up to 9 വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയിന്റ് ഇതിൻ്റെ അകത്ത് ഏതാണ് വരുന്നതെന്നനുസരിച്ച് ഓരോ ബക്കറ്റിലോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 0.1 വെച്ചിട്ടുള്ളതല്ല ഒരു ബക്കറ്റിലോട്ട്, 0.2 എന്ന് പറയുന്നത് വേറെ ഒരു ബക്കറ്റിലോട്ട്, 0.3 എന്ന് പറയുന്നത് വേറെ ബക്കറ്റിലോട്ട്, അങ്ങനെയാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഒരൊറ്റ ഐട്രേഷനിൽ നമുക്ക് ബിഗ് ഓഫ് എന്നിൽ നമുക്ക് ഈ ബക്കറ്റ്സ് ജനറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാല്യൂസ് നമുക്ക് എടുക്കാം. സോ ഇത് എല്ലാ കേസസിനും ഇത് ഒപ്റ്റിമൽ അല്ല. ഇപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനും ടോപ്പ് കെ ഫ്രീക്വന്റ് എലമെന്റ്സിന് വേണ്ടി ബക്കറ്റ് സോർട്ടാണ് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ. കാരണം ഈ ക്വസ്റ്റ്യന് പറ്റിയൊരു സോർട്ട് എന്ന് പറയുന്നത് ബക്കറ്റ് സോർട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് ബക്കറ്റ് സോർട്ടിന്റെ ഇൻഡ്യൂഷൻ നോക്കാം. ഈച്ച് നമ്പർ അപ്പിയേഴ്സ് സർട്ടൺ നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ദ മാക്സിമം പോസിബിൾ ഫ്രീക്വൻസി ഇസ് ദ ലെങ്ത് ഓഫ് ദി അറേ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആ എത്ര ഫ്രീക്വന്റ് എലമെന്റ്സിനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസി വെച്ചാണ് ഓരോ ബക്കറ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടും ബക്കറ്റ് സോർട്ടാണ് ഏറ്റവും ഒപ്റ്റിമൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്രീക്വൻസി ബക്കറ്റ്സ് നമ്മൾ വെക്കുന്നു. നമ്മൾ ഓരോ എലമെന്റ്സും കറക്റ്റ് ആവശ്യമുള്ള ഫ്രീക്വൻസി ബക്കറ്റ്സിലോട്ട് വെക്കുന്നു. ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ 1ൽ 3 ടൈംസ് വരുന്നു. ഓക്കെ, പിന്നെ 2 ടൈംസ് ആണ് വരുന്നത്. അപ്പോൾ 2ൽ 2 ടൈംസ് വെക്കുന്നു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ ഡ്രൈ റണ്ണും കൂടെ നോക്കാം. ഓക്കെ, സോ 1 വരുന്നു. അപ്പോൾ 1ലോട്ട് നമ്മൾ 2, 3 ഓക്കെ 1
1ന്റെ കൗണ്ട് എടുക്കുന്നു. ഇത് ആദ്യം ഫ്രീക്വൻസി മാപ്പ് പോലെ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി മാപ്പ് ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ഫ്രീക്വൻസീസും വെക്കുന്നു. കണ്ടോ, 1, 2, 3 നമ്മൾ വെക്കുന്നു. എന്നിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ ലൂപ്പിലൂടെ നമ്മൾ ഹൈട്രേറ്റ് ചെയ്യുന്നു. ഈ ബക്കറ്റ് സോർട്ടിന്റെ ഗ്രൂപ്പിലൂടെ നമ്മൾ ഹൈട്രേറ്റ് ചെയ്യുന്നു. മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള നമ്മൾ എടുക്കുന്നു. ഫ്രീക്വൻസി മാപ്പിന്റെ അകത്തും മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഏറ്റവും റൈറ്റിലായിരിക്കും വരുന്നത്, അല്ലേ? ഈ ഒരു ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബക്കറ്റിന് വേണ്ടി നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഞാൻ കോഡ് എഴുതിയിട്ട് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ബക്കറ്റ് സോർട്ടിൽ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി മാപ്പ് വേണം. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ അതേ മാപ്പ് തന്നെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫ്രീക്വൻസി മാപ്പ്, നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു മാപ്പുണ്ട്. ഇനി ഇതല്ലാതെ നമുക്കൊരു ഫ്രീക്വൻസി മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. കണ്ടോ, നമ്മൾ കൗണ്ടിന് വേണ്ടി ഒരു അറേ വെക്കുന്നുണ്ട്, ഫ്രീക്വൻസി മാപ്പ് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രീക്വൻസീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഒരു ഫ്രീക്വൻസി മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീക്വൻസി മാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഒരു അറേ നമുക്ക് വേണം. ഓക്കെ, സോ അറേ ഡോട്ട് ഫ്രം വെച്ച് നമുക്ക് ചെയ്യാം. പ്രാവശ്യം അറേ ഡോട്ട് ഫ്രമിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് നമുക്ക് ലെങ്ത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് കൊടുക്കാം. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നംസ് ഓഫ് ലെങ്ത് +1 ഒരു എക്സ്ട്രാ സൈസും കൂടെ കൊടുക്കുന്നുണ്ട്, 0 ബേസ്ഡ് ഇൻഡെക്സിങ് ആയതുകൊണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് ഓരോ വാല്യൂസും എന്താണെന്ന് നമുക്ക് കൊടുക്കാം. സോ ഓരോ വാല്യൂസും നമുക്ക് ഓരോ അറേ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഓരോന്നും ഓരോ അറേ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നു ഫ്രീക്വൻസി മാപ്പിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ്, 10 ആണ് നംസ് ഡോട്ട് ലെങ്ത് +1 എങ്കിൽ ഒരു അറേൻ്റെ അകത്ത് 10 അറേ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു, empty arrays നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ഈ ഫ്രീക്വൻസി മാപ്പ് ഇപ്പം നമുക്ക് തരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മാപ്പുണ്ട്, മാപ്പിൽ കൂടെ നമ്മൾ ഐട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ എലമെൻസിൻ്റെ കീ വാല്യൂസ് ഇതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ അതിനെ അങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നമുക്ക് ലൂപ്പ് ചെയ്യണം. ഫോർ ലെറ്റ് കീ കോമ വാല്യൂ ഓഫ് മാപ്പ്, എന്നിട്ട് നമ്മുടെ ഈ ഫ്രീക്വൻസി മാപ്പിൻ്റെ അകത്ത് ഫ്രീക്വൻസി മാപ്പ് ഓഫ് കീ എന്ന് പറയുന്നത് ഓരോ നമ്പറാണ്. ഓക്കെ, സോ നംസ് ഡോട്ട് ലെങ്ത്തിൻ്റെ പോലെ ഓരോ നമ്പർ ഉണ്ട്. അപ്പം നമുക്ക് കീ എന്ന് പറയാം, ഫ്രീക്വൻസി മാപ്പ് ഓഫ് കീ എന്ന് പറയുന്നത് ഇല്ല, ഫ്രീക്വൻസി മാപ്പിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ. വാല്യൂവിൻ്റെ അകത്ത് വാല്യൂ ഡോട്ട് പുഷ് ഫ്രീക്വൻസി മാപ്പ് വാല്യൂ ഡോട്ട് പുഷ് നമ്മുടെ കീ നമ്മൾ കൊടുക്കുന്നു. നമുക്ക് ഫ്രീക്വൻസി മാപ്പ് നമുക്ക് നോക്കാം. എന്താ വരുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് നംസ് ഡോട്ട് ലെങ്ത്തിൻ്റെ ലെങ്ത് വെച്ചിട്ട് നമുക്കൊരു അറേ ഉണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ 3 എന്ന് കിട്ടി. 3 നമുക്ക് 1 ടൈമേ ഉള്ളൂ. കണ്ടോ, 3 നമുക്ക് ഒരൊറ്റ പ്രാവശ്യമേ ഉള്ളൂ. 2 ആണ് ഏറ്റവും മോസ്റ്റ് ഫ്രീക്വൻറ്റ്. അപ്പോൾ ഈ ഫ്രീക്വൻസി മാപ്പിൻ്റെ അത് നമ്മൾ 2 എത്ര ടൈംസ് വന്നിട്ടുണ്ടോ ആ ഇൻഡെക്സിൽ വെക്കുന്നു. അപ്പോൾ ഇൻ എഫക്റ്റ് എന്താണ്, ഈ ഒരു ഫസ്റ്റ് ഐട്രേഷനിൽ തന്നെ നമുക്ക് അറേ ഓഫ് അറേസ് കിട്ടിയെങ്കിലും നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് മോസ്റ്റ് ഫ്രീക്വൻറ്റ് എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. കണ്ടോ, 2, 1 ആണ്. അപ്പോൾ നമുക്ക് ഇതും അങ്ങ് കിട്ടണം, അല്ലേ? അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, നമുക്ക് ഇനിയൊന്നുമില്ല, നമ്മൾ ഇനി വെറുതെ ഈ അറേൻ്റെ അകത്തൂടെ ഐട്രേറ്റ് ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് നിന്ന് ഐട്രേറ്റ് ചെയ്യുന്നു, ഓരോ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് വരുന്നു. എന്നിട്ട് k ആകുമ്പോഴത്തേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു ആ അറേയുടെ സൈസ്. നമുക്ക് ഇനി ഒരു ആൻസർ അറേ വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഈ ഒരു ഫ്രീക്വൻസി മാപ്പിൽ കൂടെ ഒന്ന് ഐട്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫോർ ലെറ്റ് ഫ്രീക്വൻസി ഓഫ് ഫ്രീക്വൻസി മാപ്പ്. ഓക്കെ, ഫ്രീക്വൻസി മാപ്പ് എന്ന് കൊടുത്തു. അതായത് ഇത് ഓരോ വാല്യൂസിന് വേണ്ടി അല്ല, നമുക്ക് ലാസ്റ്റ് നിന്നാണ് ഐട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഐ ലൂപ്പ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫോർ ഐ ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി മാപ്പ് ഡോട്ട് ലെങ്ത് -1 i greater than 0 and i -.
ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഐ മൈനസ് മൈനസ്. അപ്പോൾ ലാസ്റ്റിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരുവാണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കപ്പോൾ അപ്പോൾ കോൺസ്റ്റ് നമുക്ക് കറണ്ട് അറേ എന്ന് വെക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഫ്രീക്വൻസി മാപ്പ് ഓഫ് ഐ കറണ്ട് അറേ. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, ഈ കറണ്ട് അറേ ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എം ടി അറേസ് നമുക്ക് വേണ്ട, കറണ്ട് അറേ ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, ആൻസർ ഡോട്ട് പുഷ് കറണ്ട് അറേ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഓരോ പ്രാവശ്യം പുഷ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഇഫ് ആൻസർ ഡോട്ട് ലെങ്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു കെ ആയി. നമുക്ക് ടോപ്പ് കെ ഫ്രീക്വൻ്റ് എലിമെൻറ്റ്സ് മതി. അപ്പോൾ ഇവിടെ 2 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ കെ ആയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യാം ആൻസർ. കൂടുതൽ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് റിട്ടേൺ ചെയ്ത് പോകാം. ഓക്കെ, എല്ലാത്തിലും യുണീക്ക് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ട്. ഗ്യാരണ്ടി ദാറ്റ് ദർ ഇസ് ദ ആൻസർ ഇസ് യുണീക്ക്. ഓക്കെ, സോ നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. 2 1 is not valid value expected to return type integer array. ഓക്കെ, നമുക്കിതിപ്പോൾ ഒരു അറേ ആയിപ്പോയി അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ആൻസർ ഡോട്ട് പുഷ് കറണ്ട് അറേ എന്ന് കൊടുക്കാതെ കറണ്ട് അറേയിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള വാല്യൂസ് മാത്രം മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, കറണ്ട് അറേനെ സ്പ്രെഡ് ചെയ്യാം. ഇവിടെ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അറേ മാറിയിട്ട് അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് മാത്രമേ നമ്മൾ പുഷ് ചെയ്യും. സോ നമുക്ക് അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ എലമെൻറ്റ്സ് നമുക്ക് കറക്റ്റ് കിട്ടുന്നു. സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്താ നമ്മൾ ചെയ്തത്, ബക്കറ്റ് സോർട്ട് എന്ന് പറയുന്നൊരു അൽഗോരിതം വെച്ചിട്ട് നമ്മളിത് കോൺസ്റ്റന്റ് ടൈം ബിഗ് ഓഫ് എൻ ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു മാപ്പ്, ഈ ഫ്രീക്വൻസി മാപ്പ് 3 സൊല്യൂഷന് ഫ്രീക്വൻസി മാപ്പ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ എന്താ ആലോചിക്കേണ്ടതെന്ന് പറയുന്നത്, ടോപ്പ് കെ ഫ്രീക്വൻ്റ് എലിമെൻറ്റ്സ്, ഈ ഫ്രീക്വൻസി ആയതുകൊണ്ട് എന്തായാലും ഫ്രീക്വൻസി മാപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി മാപ്പിനെ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനിഷ്യലി മാപ്പ് വയ്ക്കുന്നത് നമ്മൾ 3 രീതിയിലുള്ള സൊല്യൂഷൻസ് കണ്ടു. ആ മാപ്പിനെ തന്നെ അതിൻ്റെ വാല്യൂസ് വെച്ച് സോർട്ട് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ കണ്ടു, മിൻ ഹീപ്പിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടു, പിന്നെ ഇപ്പോൾ ബക്കറ്റ് സോർട്ടിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടു. സോ അതാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ 3 ടൈപ്പ് ഓഫ് സോൾവിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.